നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 12 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദിവസത്തിന്റെ തുടക്കത്തിൽ മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ മധ്യാഹ്നത്തോടെ രോഗശാന്തി, ധനനേട്ടം എന്നിവ ഉണ്ടാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മനസ്സിന് ഭയമുണ്ടാക്കുന്ന അവസ്ഥ ഇന്ന് സംജാതമാകും. എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടുകയും മനസ്വസ്ഥത കുറയുകയും ചെയ്യും. അപമാനം, മനോദുഃഖം, ധനക്ലേശം എന്നിവ ഉണ്ടാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. രോഗശാന്തി, മനഃശാന്തി എന്നിവ അനുഭവപ്പെടുമെങ്കിലും സായാഹ്നം മുതൽ മനസ്സുഖക്കുറവ്, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദിവസത്തിന്റെ തുടക്കത്തിൽ രോഗാദുരിതം, സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. മധ്യാഹ്നം മുതൽ അനുകൂല മാറ്റം ഉണ്ടാകും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം, ധനലാഭം എന്നിവ ഉണ്ടാകും. എന്നാൽ മധ്യാഹ്നം മുതൽ മനഃശാന്തി കുറയുകയും രോഗാദുരിതം അലട്ടുകയും ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സർക്കാർ, അർദ്ധ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അധികാരപ്രാപ്തിയുള്ള ജോലി ഇന്ന് ലഭിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതി ലഭിക്കും. അകന്നു കഴിഞ്ഞ ബന്ധുക്കൾ വീണ്ടും ഒത്തുചേരും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വ്യാപാര ബിസിനസ്സിൽ പുരോഗതി, പുത്രഭാഗ്യം, കുടുംബസൗഖ്യം, വിദ്യയിൽ ഉന്നതി എന്നിവ ഉണ്ടാകും. ശനിദശ നടക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വളരെ കാലമായി അസുഖമുണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഇന്ന് സാധിക്കും. ആഭരണങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും വർധനവ്, ദാമ്പത്യ സുഖം, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കുടുംബം വിട്ട് നിൽക്കേണ്ട അവസ്ഥയോ രോഗമോ വരാം. എന്നാൽ മധ്യാഹ്നം മുതൽ രോഗശാന്തി, ധനലാഭം, ശത്രുനാശം എന്നിവ ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ശരീര ശോഷണം അനുഭവപ്പെടുകയും രോഗാദി ദുരിതങ്ങൾ അലട്ടുകയും ചെയ്യും. മനോദുഃഖം, വരവിൽ കവിഞ്ഞ ചെലവ്, അന്യസ്ത്രീ ബന്ധം വഴി മാനഹാനി, ധനനഷ്ടം എന്നിവ ഇന്നുണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഇന്നുണ്ടാകും. വിഷഭയം, ഉദരരോഗം, വ്യവഹാര പരാജയം എന്നിവ മൂലവും ശത്രുക്കളിൽ നിന്നും ദോഷഫലങ്ങളും ഉണ്ടാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ, ഭാര്യാഭർത്തൃ സന്താന ഐക്യം, ധനനേട്ടം എന്നിവ ഇന്നുണ്ടാകും. കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർക്കോ തനിക്കോ വിവാഹം നടക്കുവാൻ ഇടയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.